എൻ്റെ പേര് ബിജോയ് സാബു. ഞാൻ വരുന്നത് ആലുവയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ മാനുവൽ സൊല്യൂഷനിൽ SAPയിൽ മാസ്റ്റർ ഡാറ്റ മാനേജ്മെൻറ്റിൽ ബേസ്ഡ് ആയി. അപ്പോൾ ആക്ച്വലി എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ PG ഒക്കെ പഠിച്ചത് പുറത്തുനിന്നാണ്, UK യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അതും MSc സപ്ലൈ ചെയിൻ മാനേജറിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിത്തം കഴിഞ്ഞ് തിരിച്ച് പോകുന്നു. അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ലിങ്ക്ഡിനിൽ നമ്മുടെ അസ്ലം സാറുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ SAPയിൽ പിന്നെ അതിനകത്ത് ഒരു കണക്ട് ചെയ്യുക ചെയ്ത് പിന്നെ കുറച്ച് സംസാരിച്ചു. പിന്നെ അസ്ലം സാർ വഴി രാഹുൽ സാറിൻ്റെ നമ്പർ വന്നു. അങ്ങനെ കണക്ട് ചെയ്താണ് ഞാൻ ആർക്കിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് PG പഠിക്കുന്ന സമയത്ത് തന്നെ SAP ഞാൻ പഠിച്ചിട്ടുണ്ട്. SAP S/4 ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് എൻ്റെ സ്കിൽസ് അപ്ലിഫ്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആർക്കണിൽ മെറ്റീരിയൽ മാനേജറിൽ ഞാൻ ജോയിൻ ചെയ്ത് നമ്മുടെ ട്രെയിനറൊക്കെ മുർഷി സാറായിരുന്നു. മുർഷി സാറാണ് മെയിൻ ആളിനകത്ത്. സാറ് നല്ല എപ്പോഴും ഭയങ്കര ഫ്ലെക്സിബിളാണ്. എല്ലാ ഡൗട്ട്സും എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരാൻ സാർ എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആയിരുന്നു എനിക്ക്. അത് ആ റിസോഴ്സസും അതുപോലെ തന്നെ കമ്പനിയുടെ റിസോഴ്സസ് ആയാലും എപ്പോഴും എല്ലാ കാൻഡിഡേറ്റ്സിനും എപ്പോൾ വേണമെങ്കിലും ഡൗട്ട്സും ചോദിക്കാം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റുമായിരുന്നു. പ്ലേസ്മെൻറ്റ് സ്റ്റെപ്സ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്റ്റേഴ്സ് ഉള്ള കുറച്ച് ഫ്യൂ കാൻഡിഡേറ്റ്സിന് മാനുവൽ സൊല്യൂഷനിൽ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ മുഷി സാർ വഴിയാണ് എന്നെ റെഫർ ചെയ്തത്. അങ്ങനെ ഇവിടെ നമ്മുടെ ആർക്കൺ HR നിന്ന് മാനുവൽ HR ഫോർവേഡ് ചെയ്തു. അവിടെ ഷോർട്ട് ലിസ്റ്റ് ആയി. പിന്നെ അവിടെ നിന്ന് കോൾ വന്നു. 2 റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് രണ്ടും ക്രാക്ക് ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ മാസ്റ്റർ ഡാറ്റയിൽ ജോയിൻ ചെയ്തത്. പിന്നെ ഞാനിവിടെ ജോയിൻ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിരുന്നു. കാരണം കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ എറണാകുളത്ത് തന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അവിടെയൊക്കെ ഭയങ്കര ഫീസും പിന്നെ ജസ്റ്റ് സ്റ്റുഡൻറ്റ് വന്ന് പോയി പഠിക്കണ പോലെയായിരുന്നു. അതിലൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നത് ആർക്കണാണ്. അവിടെ നമുക്ക് ഇൻറ്റേൺഷിപ്പായിട്ട് ഒരു റിയൽ ടൈം പ്രൊജക്റ്റ് നമ്മൾ ചെയ്യിച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണേ. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് തരുന്നുണ്ട് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. നമുക്ക് ഈസിലി പ്ലേസ്ഡ് ആകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു സ്കിൽസ് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും SAPയിലൊക്കെ. അപ്പോൾ അതാണ് എൻ്റെ മെയിനായിട്ട് അട്രാക്ട് ചെയ്ത കാര്യം ആർക്കണുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാനത് ജോയിൻ ചെയ്യണത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും ഹൈ ആയിരുന്നു. കാരണം ട്രെയിനറൊക്കെ ഭയങ്കര ക്വാളിഫൈഡ് ആയിരുന്നു. മുഷി സാറൊക്കെ എപ്പോഴും 24/7 ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ സാറ് നമുക്ക് എല്ലാം ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ ഓക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ കുറച്ചുകൂടി കംഫർട്ടാക്കി ആർക്കണായിട്ട്. അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫ്സും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്ത് കാര്യത്തിൽ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. സോ അതൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആക്കി തന്നെ ഫൈനലി ഞാനിങ്ങനെ പ്ലേസ്ഡ് ആയി. സോ ഹാപ്പി ഫോർ ദാറ്റ്.